യൂറിൻ ലീക്കേജ് ഫേസ് ചെയ്യുന്ന നിരവധി പേരുണ്ട്. സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസിനെ കുറിച്ചാകുന്നു ഈ വീഡിയോ. സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് വീക്ക് പെൽവിക് ആകുന്നു. മറ്റു കാരണങ്ങൾ നെർവ് ഡാമേജ്, യൂട്ടിഐ ഇൻഫെക്ഷൻ, ഒബീസിറ്റി, മെനോപ്പസ്, പ്രഗ്നൻസി ആൻഡ് ഡെലിവറി, പ്രായം എന്നിവയാകുന്നു. എന്താണ് പെൽവിക്? യൂട്രസ്, വജൈന, ബ്ലാഡർ, റെക്ടം ഇവയെല്ലാം കണക്റ്റായിട്ട് വരുന്ന ലോവർ അബ്ഡമന്റെയും ഇന്നർ തൈസിനും ഇടയിൽ വരുന്ന റീജിയനെയാണ് പെൽവിക്സ് റീജിയൻ എന്ന് പറയുന്നത്. വീക്ക് പെൽവിക്സിന്റെ സൈൻ എന്ന് പറയുന്നത് തുമ്മുമ്പോൾ, ചുമയ്ക്കുമ്പോൾ, ചിരിക്കുമ്പോൾ, എക്സസൈസ് ചെയ്യുമ്പോൾ, നടക്കുമ്പോൾ, ഭാരമുയർത്തുമ്പോൾ, കുനിഞ്ഞു നിവർന്നുമുള്ള ജോലികൾ ചെയ്യുമ്പോഴൊക്കെ അറിയാതെ യൂറിൻ പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം പെൽവിക് വീക്കാണ് എന്നതാണ്. ഇത്തരം പ്രശ്നങ്ങളുള്ളവർ ഒരു കാരണവശാലും ഈ പ്രശ്നത്തെ നിസ്സാരവൽക്കരിക്കാതിരിക്കുക. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവർ, പ്രത്യേകിച്ച് ഡെലിവറി കഴിഞ്ഞവർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് വണ്ണം കുറയ്ക്കുവാനും വയറ് കുറയ്ക്കുവാനുമൊക്കെ വേണ്ടി അൺനെസസറി ആയിട്ടുള്ള വ്യായാമങ്ങൾ ഒരു കാരണവശാലും ചെയ്യരുത്. എക്സാമ്പിൾ ജമ്പിങ്, റണ്ണിങ്, അതുപോലെ തന്നെ ലോവർ ആൻഡ് അപ്പർ ആർംസ് ഉപയോഗിച്ച് ചെയ്യുന്ന ക്രഞ്ചിങ് വർക്കൗട്ടുകൾ, വെയിറ്റ് ലിഫ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന വെയിറ്റ് ട്രെയിനിങ്ങുകളൊന്നും ഒരു കാരണവശാലും ചെയ്യരുത്. ഇത് ഇത്തരം കണ്ടീഷൻസിനെ വളരെയധികം വഷളാക്കും. കൂടാതെ ഡയാസിസ്ട്രിക്റ്റഡ് കണ്ടീഷൻസ് ഉള്ളവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന എല്ലാവരും വളരെ കൃത്യമായ രീതിയിൽ വ്യായാമം തന്നെയാണ് ചെയ്യേണ്ടത്. വ്യായാമം തന്നെയാണ് ഒരു ശാശ്വത പരിഹാരവും. ഡയാസ്റ്റാസിസ് റെക്ടി, വീക്ക് പെൽവിക്സ്, ഹെർണിയ റിലേറ്റഡ് പ്രശ്നങ്ങൾ എന്നിവയൊക്കെ അഭിമുഖീകരിക്കുന്നവർക്ക് വേണ്ടി നടത്തുന്ന സ്പെഷ്യൽ ഫിറ്റ്നസ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക.